ചെങ്കോട്ട പരിസരത്തുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. സ്ഫോടനത്തിൽ UAPA കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച ഹ്യുണ്ടായി i20 കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കാറിന്റെ നിലവിലെ ഉടമ പുൽവാമ സ്വദേശി എന്നാണ് റിപ്പോർട്ടുകൾ. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ 3 മണിക്കൂർ നിർത്തിയിട്ടു. തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയെന്നും വിവരം. മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടത് ട്രാഫിക് സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്നതോടെയെന്ന് പോലീസ് നിഗമനം. സ്ഫോടനത്തിൽ ഇതുവരെ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 20-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു ഇപ്പോൾ സ്ഫോടനം നടന്ന പരിസരത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6:55 ഉണ്ടായ സ്ഫോടനമാണ്. 8 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇനിയും 20-ലധികം പേർ ചികിത്സയിലുണ്ട്. ഇന്നിപ്പോൾ ഈ രാവിലെ പുറത്തു വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? അനീഷ, തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇന്നലെ വൈകിട്ട് സ്ഫോടനമുണ്ടായ ചെങ്കോട്ടയ്ക്ക് പരിസരത്താണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബാരിക്കേഡൊക്കെ വെച്ച് പോലീസ് അങ്ങോട്ടുള്ള നിയന്ത്രണം അല്ലെങ്കിൽ അങ്ങോട്ടുള്ള യാത്രയൊക്കെ നിയന്ത്രിച്ചിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരൊക്കെ ഇവിടെ നിന്നാണ് രാവിലെയുള്ള തത്സമയ റിപ്പോർട്ടുകൾ നൽകുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ നമുക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. ഡൽഹി പോലീസ് ഇപ്പോൾ UAPA ചുമത്തിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. UAPAയുടെ 16-17 വകുപ്പുകൾ ചുമത്തിയുള്ള അന്വേഷണമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഇന്നലെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഭീകരാക്രമണം തന്നെ ലക്ഷ്യമിട്ടു എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ ഇന്നലെ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ വാഹനത്തിൽ i20 വാഹനത്തിലുണ്ടായിരുന്നത് 3 പേരാണ്. ഇതിൽ ഒരാൾ പുൽവാമ സ്വദേശിയാണ്. ഇയാളുടെ വസതിയൊക്കെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡോക്ടർമാരുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇയാളുടെ വീട്ടിലടക്കം പോലീസ് എത്തി പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇയാൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ, ഭീകരവാദ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ആക്രമണമാണ് ഇവർ ഈ സംഘം പദ്ധതിയിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ സ്ഫോടനം ഉണ്ടായതിന് ഏകദേശം 100 മീറ്റർ അകലെയാണ് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്. ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്ക് ഈ വാഹനം i20 വാഹനം ഓടിച്ചു കയറ്റാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പക്ഷേ സിഗ്നൽ വന്നതോടുകൂടി അല്ലെങ്കിൽ സിഗ്നൽ വീണതോടുകൂടി ഈ വാഹനം അവിടെ നിർത്തേണ്ടി വരികയും സിഗ്നലിൽ തന്നെ വലിയ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു. ഈ വാഹനം ആദ്യം നിർത്തിയിട്ടിരുന്നത് ചെങ്കോട്ടയ്ക്കകത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. 3 മണിക്കൂറോളം ഈ വാഹനം നിർത്തിയിട്ട് തന്നെ ചില ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. ഹിന്ദി മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു കറുത്ത മാസ്ക് ഇട്ട ഒരാള് ഈ വാഹനത്തിനുള്ളിൽ കയറുകയും ഈ വാഹനം ഓടിച്ച് ചെങ്കോട്ടയ്ക്ക് പുറത്തേക്ക് വരുന്നതും ഈ വാഹനം സിഗ്നൽ വരികയും ഉടൻ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ചില ദേശീയ മാധ്യമങ്ങൾ അടക്കം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ കൂടുതൽ ആയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇയാൾ ഡൽഹിയിലേക്ക് എത്തിയതിന്റെ ഉദ്ദേശം കൃത്യമായിട്ട് വ്യക്തമല്ല എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയാൾ എവിടെ താമസിച്ചു അല്ലെങ്കിൽ ആരാണ് എന്നുള്ളത് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. UAPA ചുമത്തിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് അന്യായമായ ആയുധം കയ്യിൽ വെച്ചു, സ്ഫോടനാത്മകമായിട്ടുള്ള ആയുധങ്ങൾ കൈവച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ആക്രമണത്തിനാണ് സംഘം പദ്ധതിയിട്ടെന്നുള്ള ചില പ്രാഥമിക നിഗമനങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്കുള്ള അന്വേഷണമൊക്കെയും വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് വലിയ ആൾത്തിരക്കായിരുന്നു. വലിയ രീതിയിലേക്ക് ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അതിപ്പോൾ മറച്ചിരിക്കുകയാണ്. അവിടെ പോലീസും അതോടൊപ്പം തന്നെ ഫോറൻസിക്കിന്റെ ഒക്കെയും സംഘങ്ങളെത്തി ഇന്നലെ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇന്നും തുടരേണ്ടതായിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും പകലടക്കമുള്ള സമയങ്ങളിൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവിധ നിയമ നടപടികളും പൂർത്തീകരിച്ചുള്ള അതായത് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആ ഒരു വെള്ള തുണി കെട്ടിയിരിക്കുന്നതിന് തൊട്ട് മുൻവശം ഒരു കാർ ഇന്നലെ കത്തിക്കരിഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങളും കാറുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു വെള്ള തുണി കൊണ്ട് മറച്ചിരിക്കുകയാണ്. അതിന് അപ്പുറത്തെ ഭാഗത്താണ് ഇന്നലെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്ന ആ സിഗ്നലിലേക്ക് ഈ അതായത് റെഡ് ഫോർട്ടിൽ നിന്നും വാഹനം ഇറങ്ങി വരികയും ആ സിഗ്നലിലേക്ക് വാഹനം എത്തിയതിനു ശേഷമാണ് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്ക് വാഹനം കടക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇപ്പോൾ പോലീസിന് പ്രാഥമിക നിഗമനങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്
ഇപ്പോൾ പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ആക്രമണത്തിനാണ് സംഘം പദ്ധതിയിട്ടെന്നുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയിപ്പോൾ നടക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസമൊക്കെയും ഡൽഹി പോലീസിന്റെയും വിവിധ സംസ്ഥാനങ്ങളുടെ ATSുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചിരുന്നു. പ്രത്യേകിച്ച് ഗുജറാത്ത്, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ഹരിയാന, ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ തീവ്രവാദ വിരുദ്ധ സംഘങ്ങളൊക്കെയും പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധന അടിസ്ഥാനത്തിൽ 2900 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് അടക്കം പിടിച്ചെടുത്തിരുന്നു. 4 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് ഇതുമായി അല്ലെങ്കിൽ ഈ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അറസ്റ്റിലായ വാഹന ഉടമയും അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുൽവാമ സ്വദേശിക്കാണ് ഈ വാഹനം i20 വാഹനം വിറ്റത്. ഇയാൾ ഈ വാഹനം എന്നാണ് വാങ്ങിയത്, ഇയാൾ എന്നാണ് ഡൽഹിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ അന്വേഷണത്തിലൂടെ വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രാജ്യത്ത് നടക്കുക അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കിയ വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. 8 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 25ഓളം പേർക്കാണ് ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുന്നത്. അതിൽ 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. പ്രത്യേകിച്ച് വലിയ സ്ഫോടനം ഉണ്ടായപ്പോൾ ഈ വാഹനങ്ങളിലൊക്കെയും അവശിഷ്ടങ്ങൾ ദേഹത്ത് തറച്ചാണ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്.